ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ 1-2 പ്ലാന്റ് നമുക്ക് വീണ്ടും ആ ഒരു പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം. ഈ കാണുന്ന പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റാണ്. കലാത്തിയുടെ വെറൈറ്റി പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരും എനിക്കറിയില്ല. കൃത്യമായിട്ട് നമുക്ക് പേര് അറിയാതെ നമ്മളൊരു പറയുമ്പോൾ തെറ്റായി പോകണമെങ്കിൽ പിന്നെ അത് വേണ്ട. അപ്പോൾ തെറ്റായിട്ടുള്ളൊരു പേര് നമ്മൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. കൃത്യമായിട്ടൊരു പേരെനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കലാത്തിയ വെറൈറ്റിയാണ്. നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൻ്റെ കുറേ വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇത്രയും നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലായിരുന്നു. വളരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ ഒരു പഴയ ഒരു പോട്ടിരുന്നു. അപ്പോൾ ആ പോട്ടിൽ ഞാൻ നട്ട് വെച്ചിരുന്നൊരു പ്ലാന്റാണ്. പക്ഷേ അതിൽ നിന്ന് പിന്നെ മാറ്റി വേറെ നടാനായിട്ട് ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ ആ പോട്ട് ഒരു വൃത്തിയില്ലാത്ത ഒരു പോട്ടിലാണ് ഞാനിത് നട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ പോട്ടിൽ അങ്ങനെ ഇരുന്നങ്ങ് നല്ല പുഷായിട്ട് അതങ്ങ് വളർന്നു. പിന്നെ ഞാൻ ആ ഒരു പോട്ട് മാറ്റാനായിട്ട് പോയില്ല. അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ചട്ടിയുടെ ഭംഗി നോക്കണ്ട, പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് നോക്കാം. അടിപൊളി പ്ലാന്റാണ്. കലാത്തിയുടെ കുറേ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. കുറേ പ്ലാന്റുകളുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ കുറേ പ്ലാന്റുകൾ പേരെനിക്കറിയാം. അപ്പോൾ വരും വീഡിയോയിലൊക്കെ കലാത്തിയ പ്ലാന്റുകളൊക്കെ നമുക്ക് കാണാം. സൂപ്പർ പ്ലാന്റുകളുണ്ട്. കലാത്തിയ അതുപോലെ തന്നെ നമുക്ക് നല്ല അഗ്ലോണിമ പ്ലാന്റിനേക്കാളും പക്ഷേ നല്ല പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ്. അപ്പോൾ അത്രമാത്രം നല്ല വെറൈറ്റിയാണ്. അതിൻ്റെ ചെറിയൊരു പൊടിപ്പുണ്ടെങ്കിലും കലാത്തിയെ നമുക്ക് അതിനെ പൊടിപ്പിച്ചത് ഇതുപോലെ നല്ല പുഷിയാക്കി വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ്, ഇത് ബ്ലാക്ക് കാർഡിനൽ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. അടിപൊളി പ്ലാന്റാണ്, സൂപ്പർ പ്ലാന്റ്. അതിൻ്റെ ഒരു ലീഫിൻ്റെയൊക്കെ ഒരു വളർച്ച നമുക്ക് കാണുമ്പോൾ അറിയാം പ്ലാന്റ് എന്തുമാത്രം ഹെൽത്തി പ്ലാന്റ് ആണെന്നുള്ളത്. നല്ല സൂപ്പർ പ്ലാന്റാണിതും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി നടാവുന്നതാണ്. കട്ട് ചെയ്ത് മാറ്റി നടുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് സാഫ് തേച്ച് പിടിപ്പിച്ച് മറ്റൊരു നല്ലൊരു പോട്ടിങ്ങൊക്കെ തയ്യാറാക്കി അതിലേക്ക് നട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു പ്ലാന്റ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ കട്ട് ചെയ്ത അതിൽ ചഴപ്പോട്ടിലിരിക്കുന്ന അത്രയും ഭാഗവും വീണ്ടും നല്ല മുകളങ്ങളൊക്കെ വന്ന് നന്നായി പൊടിച്ച് വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നിലധികം പ്ലാന്റ് അതിൽ നിന്ന് പൊടിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തായാലും കട്ട് ചെയ്ത് നടാനുള്ള ആ ഒരു വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ലീഫിനൊക്കെ ഇത്രയും വളർച്ചയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് മാത്രമേ ഇത്രയും നല്ല വലിയ ലീഫൊക്കെ വരൂ. സൂപ്പർ പ്ലാന്റാണ്. ഇതിന് ഞാൻ പോട്ടിങ്ങായിട്ട് ചെയ്തിരിക്കുന്നത് മുട്ടത്തോട്, അതുപോലെ കരി, തൊണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞാനിതിന് പോട്ടിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. എല്ലാ വീഡിയോയിലൊന്നും ഞാൻ ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും പറയാറില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ അങ്ങ് തീർന്നു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല പ്ലാന്റുകൾ വീണ്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ കയ്യിൽ ഒത്തിരി പ്ലാന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള സമയക്കുറവ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.